എല്ലാവർക്കും ഉള്ള സംശയമാണ് നമുക്ക് +1 +2ൻ്റെ ഒപ്പം തന്നെ നമുക്ക് എൻട്രൻസ് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് പറയാൻ പറ്റിയത് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം ഇതേ സംശയമായിട്ടാണ് ഞാൻ ആൽഫയിലോട്ട് വന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രയലിൽ തന്നെ VITയുടെ എൻട്രൻസ് എക്സാംസ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ VITയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ഏഞ്ചൽ റോസ് ജീമോൻ. ഞാൻ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT ഭോപ്പാൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എയറോസ്പേസ് തന്നെയായിരുന്നു. അതിലേക്ക് എത്താനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്ന ഒരു നല്ല അക്കാഡമിക് സപ്പോർട്ടായിരുന്നു. അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതും എനിക്ക് കിട്ടിയതും ഈ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ്. നമ്മുടെ ഡെയിലി സ്കൂളിംഗ് പോർഷൻസിനോടൊപ്പം തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് എൻട്രൻസ് എക്സാം പോർഷൻസും ക്ലിയർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലുള്ള നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി എക്സാംസും ഉണ്ടാവും മോർണിംഗിൽ. ആ എക്സാംസിലൂടെ നമുക്ക് നമ്മുടെ പോർഷൻസ് ക്ലിയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എൻട്രൻസ് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് ക്ലിയർ ആയി കിട്ടും. പിന്നെ നമുക്ക് എൻട്രൻസ് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം കൺസംഷൻ. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്, കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് എങ്ങനെ തീർക്കാമെന്നുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹോസ്റ്റലിൽ +1 +2 ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസിന് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. നമ്മുടെ ഹോസ്റ്റലിൽ നോക്കുമ്പോൾ തന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹോസ്റ്റലുകൾ രണ്ടും വരുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഒരു ഡേ സ്കോളറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഹോസ്റ്റലേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പറഞ്ഞ് അവരുടെ വാർഡൻസിനെയും നമ്മുടെ ഹോസ്റ്റലിൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ പറ്റി പറഞ്ഞ് കേട്ട് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലാവുകയാണ് ചെയ്യുന്നത്. അവിടെ വന്നതിന് ശേഷം എൻ്റെ അക്കാഡമിക്കലി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാർഡൻസ് 4 ഫ്ലോറിലും വാർഡൻസും ഉണ്ടാവും. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മുടെ വാർഡൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. ഡെയിലി സ്കൂളിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ്ങിൽ നമ്മുടെ ഫാക്കൽറ്റീസ് ഹോസ്റ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളവരെ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. അതിനോടുപരി നമുക്ക് ഹോസ്റ്റലിൽ ലൈബ്രറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നൈറ്റ് വരെ. ഈ കിട്ടിയ അക്കാഡമിക് സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് എനിക്ക് ബോർഡ് എക്സാമിന് 90 എബവ് മാർക്സ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ VITയുടെ എക്സാം എനിക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. VIT പോലെ തന്നെ ഇന്ത്യയുടെ പല പ്രമുഖ കോളേജുകളിലും ആൽഫയുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. +1 +2നോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാംസും ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കോളേജുകൾ പഠിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളായ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ.